ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. നിങ്ങൾ ഇഗ്നോയിലെ സ്റ്റഡി സെന്ററിൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയും അസൈൻമെന്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് അസൈൻമെന്റ് സ്റ്റാറ്റസ് നോക്കുക, ദെൻ എങ്ങനെയാണ് ഗ്രേഡ് കാർഡിൽ അസൈൻമെന്റിന്റെ മാർക്ക് നോക്കുക എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇഗ്നോയുടെ അസൈൻമെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പ്രവേശിക്കുക. അസൈൻമെന്റ് ആൻഡ് പ്രൊജക്ട് പ്രാക്ടിക്കൽ സബ്മിഷൻ സ്റ്റാറ്റസ് ചെക്കിംഗ്. അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം നിങ്ങളുടെ 10 ഡിജിറ്റ് എൻറോൾമെന്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഉണ്ടായിരിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പ്രോഗ്രാം കോഡ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസൈൻമെന്റ് പ്രൊജക്ട് പ്രാക്ടിക്കലിന്റെ സബ്മിഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, പ്രോഗ്രാം എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്, അതിന്റെ ഓരോ കോഴ്സുകളും ഓരോ സബ്ജക്റ്റുകളും അതിൻ്റെ എന്താണ്, ഏത് സെഷനിലാണ് സബ്മിറ്റ് ചെയ്തത്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ആ സ്റ്റാറ്റസ് എന്നാണ് അപ്ഡേറ്റ് ചെയ്ത് ഡേറ്റും കൂടെ ഇതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ ഡീറ്റെയിൽ. അപ്പോൾ ഇതിനർത്ഥം നിങ്ങളുടെ മാർക്ക് മെൻഷൻ ചെയ്ത് മാർക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്ക് അത് ഇവാലുവേറ്റിംഗ് എന്നോ എന്താ പ്രോസസ്സിംഗ് എന്നോ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് അവൈലബിൾ പോലെയുള്ള മാർക്കിങ്ങുകളാണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രേഡ് കാർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ അപ്പോൾ നമ്മുടെ ഗ്രേഡ് കാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം സ്റ്റുഡൻറ് സർവീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് ഗ്രേഡ് കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്യുക. എൻ്റെ പ്രോഗ്രാം CBCS പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ നമ്മുടെ പ്രോഗ്രാം കോഡ് BAEGH നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ എൻറോൾമെൻറ്റ് നമ്പർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേഡ് കാർഡിൽ നിങ്ങളുടെ അസൈൻമെന്റ്, നിങ്ങളുടെ ഓരോ ഇതിൽ ഇപ്പോൾ നമ്മൾ എത്ര രജിസ്ട്രേഷൻ ചെയ്താലും നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ അസൈൻമെന്റ് എഴുതിയിട്ടുണ്ടായിരിക്കണം, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാം തിയറിയോ പ്രാക്ടിക്കലോ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ അത് ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഇഗ്നോയുടെ ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ അസൈൻമെൻറ്റുകളും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 89, 85, 90, 86, 90, 91, 90, പിന്നെ ഒന്നിന് കിട്ടിയിട്ടില്ല, 88. ഇത്രയും മാർക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 എക്സാംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കോഴ്സ് പാസ്സായി എന്നുള്ളതാണ്. നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്സായിട്ടില്ല. അപ്പോൾ എക്സാം മാത്രം എഴുതിയോണ്ട് കംപ്ലീറ്റ് ആവില്ല, അതിൻ്റെ കൂടെ അസൈൻമെന്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ അസൈൻമെന്റ് മാത്രം വെച്ചതുകൊണ്ട് പാസ്സാവില്ല, അതിൻ്റെ കൂടെ തിയറിയോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമോ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനും സ്റ്റാറ്റസിൽ പറഞ്ഞു, പക്ഷേ ഇവിടെ മാർക്ക് വന്നിട്ടില്ല. BPCG 173യുടെ മാർക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ വിളിച്ചിട്ടോ പോയിട്ടോ അന്വേഷിക്കണം. അത് എന്താണ് മാർക്ക് വരാത്തത് എന്നുള്ളത്. റീസബ്മിഷൻ വേണമെങ്കിൽ റീസബ്മിഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ അവര് മാർക്ക് എന്താണ് അതിന്റെ റീസൺ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് കാർഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് സ്റ്റാറ്റസുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട്, അതായത് നിങ്ങൾ ആ കോഴ്സ് പാസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ താങ്ക് യു. ഇത്തരത്തിൽ ഇഗ്നോയുടെ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ഫ്രീ വാട്സപ്പ് ചാനലാണ്. അതിൽ ഇഗ്നോയുടെ പല ഇൻഫർമേഷൻസും അതുപോലെ അസൈൻമെന്റ്, ഫ്രണ്ട് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു തരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക് യു.